ഉരുൾപൊട്ടലിലും പ്രളയത്തിലും ഒറ്റപ്പെട്ട് ജീവന് വേണ്ടി ആർത്തലച്ച ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച ഹെലികോപ്റ്ററിന്റെ കൂലി ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ. 2019 പ്രളയം മുതൽ വയനാട് ഉരുൾപൊട്ടൽ വരെയുള്ള കേരളത്തിലെ ദുരന്തങ്ങളിൽ എയർലിഫ്റ്റ് സേവനം ഉപയോഗപ്പെടുത്തിയതിന്റെ മുഴുവൻ തുകയും കേരളം തിരിച്ചടക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തിട്ടൂരം. പ്രളയം മുതൽ വയനാട് ദുരന്തം വരെ എയർലിഫ്റ്റ് ചെയ്തതിന്റെ കൂലിയായി 132 കോടി 62 ലക്ഷം രൂപയാണ് കേന്ദ്രം കേരളത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നത്. ഒരാഴ്ചക്കാലം കൊണ്ടുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും തകർന്ന തരിപ്പണമായ കൂലിപ്പണിക്കാരും തോട്ടം തൊഴിലാളികളുമായ നൂറുകണക്കിന് മനുഷ്യരെ ഉരുളെടുത്ത മഹാദുരന്തത്തെ സഹായിക്കാൻ 4 മാസം കഴിഞ്ഞിട്ടും 1 രൂപ പോലും തരാത്ത കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ജീവന് കൂലി ചോദിക്കുന്നത്. മലഞ്ചെരുവിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ, ഒലിച്ചുപോയ മനുഷ്യരെ, മണ്ണിനടിയിലായ മനുഷ്യരെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ രക്ഷിക്കാൻ ചാടിയിറങ്ങിയവരാണ് മലയാളികൾ. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ മലയാളികൾ നോക്കിയിരുന്നില്ല. പണമോ കഷ്ടനഷ്ടങ്ങളോ നോക്കാതെ ഒന്നിച്ച് നീന്തിക്കയറിയ ആ കേരള ജനതയോടാണ് വട്ടിപ്പലിശക്കാരനെ പോലെ കേന്ദ്ര സർക്കാർ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ കാശ് ചോദിക്കുന്നത്. അതും മലഞ്ചെരുവിൽ ജീവന് വേണ്ടി യാചിച്ച മനുഷ്യരെ രക്ഷിക്കാൻ ഉപയോഗിച്ച ഹെലികോപ്റ്ററിന്റെ കാശ്. ജൂലൈ 30 ഉരുൾപൊട്ടലുണ്ടായ ദിവസം മുതൽ സംസ്ഥാന സർക്കാർ സൈന്യത്തിന്റെ സേവനം ആവശ്യപ്പെട്ടിരുന്നു. അന്നത്തെ മാത്രം ഹെലികോപ്റ്റർ ബില്ല് 8 കോടി 92 ലക്ഷം രൂപയാണ്. സമൂഹ തെരച്ചിൽ നടത്തിയ ഓഗസ്റ്റ് 14 സൂചിപ്പാറയ്ക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ നീക്കിയതിനാണ് അവസാനമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. ഇതിന് മാത്രം 29,60,000 രൂപയാണ് കേന്ദ്ര സർക്കാർ ബില്ല് എഴുതിയത്. 2018 പ്രളയകാലത്ത് ഹെലികോപ്റ്റർ വാടക 93 കോടി 40 ലക്ഷം രൂപ. അതിന്റെ ബില്ല് കേന്ദ്ര സർക്കാർ അയച്ചത് 2019 അവസാനമാണ്. അപ്പോഴേക്കും കേരളം മറ്റൊരു പ്രളയം കൂടെ നേരിടേണ്ടി വന്നു. 2019 പ്രളയകാലത്ത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചില്ലെങ്കിലും ഹെലികോപ്റ്റർ ബില്ല് കൃത്യമായി വന്നു. 2 കോടി 15 ലക്ഷം രൂപ. വ്യോമസേനയുടെ സേവനത്തിന് മാത്രമല്ല കേന്ദ്രം കൂലി ചോദിച്ചത്. 2018 പ്രളയകാലത്ത് നൽകിയ അരിക്കും മണ്ണെണ്ണയ്ക്കും വരെ കേരളത്തോട് പണം ചോദിച്ചവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഭരണകൂടം. ബീഫ് കഴിക്കുന്ന ജനതയായതുകൊണ്ടാവാം ഉരുൾപൊട്ടൽ സംഭവിച്ചതെന്ന് പറഞ്ഞ മുതിർന്ന BJP നേതാവ് ഗ്യാൻ സിംഗ് അഹുജ ദുരന്തമുഖത്ത് പാർലമെന്റിൽ ആവർത്തിച്ച് കള്ളം പറഞ്ഞ് ജനങ്ങളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ വ്യാപകമായി ക്യാമ്പയിൻ നടത്തിയ BJP IT സെൽ, രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള V മുരളീധരന്റെ കമന്റ്. ദുരന്തമുഖത്ത് പോലും മനുഷ്യരഹിതമായി ഇടപെടുന്ന, കേരളത്തെ ക്രൂരമായി അവഗണിക്കുന്ന, പ്രതികാര മനോഭാവത്തോടുകൂടെ പെരുമാറുന്ന ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ മലയാളികൾ തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം, രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കണം. പ്രതിസന്ധി വരുമ്പോഴെല്ലാം സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും അതിജീവന ശ്രമം നടത്തുന്ന കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള BJPയുടെ കുടില ബുദ്ധിയെ മലയാളികൾ ചെറുത്ത് തോൽപ്പിക്കണം.